ഹായ് കൂട്ടുകാരെ, 2020 നടന്ന SSLC മാത്തമാറ്റിക്സ് എക്സാമിൽ സമാന്തര ശ്രേണി എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ക്യുലറ്റിൻ്റെ ക്വസ്റ്റ്യൻ ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇവിടെ ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം തന്നിട്ടുണ്ട് അല്ലേ. 3n+5 ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എഴുതും, അതായത് n-ആം പദം എന്നാണ് അതിൻ്റെ അർത്ഥം. 3n+5 കണ്ടോ. ശ്രേണിയുടെ ആദ്യ പദം പൊതുവ്യത്യാസം ഇവ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, പെട്ടെന്ന് എഴുതാൻ പറ്റും. x1 ആണ് ആദ്യ പദം. x1 കണ്ടുപിടിക്കാൻ ഒന്നെങ്കിൽ n-നെല്ലാം 1 ഇട്ട് കൊടുത്ത് കൂട്ടി കണ്ടുപിടിക്കാം, അതല്ലെങ്കിൽ എളുപ്പവഴിയിൽ 3+5 8 എന്നും എഴുതാം. അപ്പോൾ ആദ്യ പദമായി. പൊതുവ്യത്യാസം എപ്പോഴും n-ൻ്റെ കോയിഫിഷ്യൻ്റ് ആയിരിക്കും. കണ്ടോ, ഈ 3 ആയിരിക്കും. അപ്പോൾ കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 3. കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. എത്ര മാർക്കാണ്? 3 മാർക്കിൻ്റെ ചോദ്യമാണ്. നമുക്കതിൽ ചോദ്യം അത്രയും സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഇനി നോക്കൂ, ആദ്യ പദം 8, അപ്പോൾ x1 8, പൊതുവ്യത്യാസം 5 ആയ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം. സൂപ്പർ ചോദ്യം. അപ്പോൾ നമുക്ക് xn കണ്ടുപിടിക്കണം. ഇവിടുന്ന് ആൻസർ എടുത്ത പോലെ തിരിച്ച് ആൻസറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ പറഞ്ഞു n-ൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു. അപ്പം ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 5 അല്ലേ. അപ്പോൾ 5 എഴുതുക, അതിൻ്റെ കൂട്ടത്തിൽ n-ഉം കൂടെ എഴുതുക. പിടികിട്ടിയോ? ഇവിടെ n-ൻ്റെ അടുത്താണ് n-ൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്, n-ൻ്റെ കൂടെയുള്ള ഈ സംഖ്യയാണ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പൊതുവ്യത്യാസത്തിൻ്റെ കൂടെ n ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടേം കിട്ടും, ശരിയല്ലേ? പ്ലസ് പിന്നെ നോക്കേണ്ടതാണ്ട് ഈ 8-ൽ നിന്ന് 3 പോയാൽ ഈ 5 കിട്ടും, ശരിയല്ലേ? 8-ൽ നിന്ന് 3 പോയാൽ ഈ 5 കിട്ടും. അതായത് x1 - d എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. ഒന്നാം പദത്തിൽ നിന്നും d മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ 5 കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെയും നോക്കാം. x1 - d, അതായത് 8-ൽ നിന്ന് 5 പോയാൽ 3 കിട്ടും. കണ്ടോ, നമുക്ക് ബീജഗണിത രൂപം കിട്ടി. ക്ലിയർ ആണോ? 8-ൽ നിന്നും 5 പോയാൽ x1 - d ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. ഇപ്പോൾ ക്ലിയർ ആണോ? ഒരു ബീജഗണിത രൂപത്തിൽ നിന്നും ആദ്യ പദവും പൊതുവ്യത്യാസവും എടുക്കുന്ന പോലെ തന്നെ ആദ്യ പദവും പൊതുവ്യത്യാസവും ഉണ്ടെങ്കിൽ നേരെ ബീജഗണിത രൂപത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ നല്ലൊരു കണക്കായിരുന്നു ഇത്. പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അത് ഒന്നും കൂടെ കണ്ട് വൃത്തിയായിട്ട് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് വഴിയും നമ്മൾ സംശയങ്ങളൊക്കെ ചെയ്ത് എന്നും പ്രാക്ടീസും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ.